വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ട് ക്യാരറ്റ് കൊണ്ട് നമ്മളൊരു അടിപൊളി ലഡു ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ക്യാരറ്റൊക്കെ കഴിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്, ചില കുട്ടികൾ കഴിക്കാറില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ക്യാരറ്റൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വൈറ്റമിൻസൊക്കെ നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെയും മെത്തേഡിൽ നമുക്ക് ലഡു ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ നെയ്യ് ഒന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ചെറിയ ദ്വാരങ്ങളുള്ള ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലുത് വെച്ച് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അത് ലഡുവായിട്ടൊരു നമുക്കൊരു ടെക്സ്റ്റ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ എറൗണ്ട് ഒരു 2.5 കപ്പ് ക്യാരറ്റ് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ക്യാരറ്റാണ്. പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, നമ്മൾ ആ നെയ്യ് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ സെയിം നെയ്യ് തന്നെയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 2.5 കപ്പ് ക്യാരറ്റ് ഉണ്ടല്ലോ, 2 വലിയ ക്യാരറ്റാണ് കേട്ടോ ഇത്. അത് ഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ക്യാരറ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഈ നെയ്യ് കിടന്നിട്ട് മാറി നല്ലൊരു ഫ്ലേവർ തന്നെ വരും കേട്ടോ. നെയ്യും ഈ ക്യാരറ്റും കൂടെ മിക്സായിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും ക്യാരറ്റൊക്കെ ഏതാണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനൊരു 5 ടേബിൾ സ്പൂണോളം അളവ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര കറക്റ്റ് എനിക്ക് പാകമായിരുന്നു കേട്ടോ. അതോ പഞ്ചസാരയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ മധുരം വിഭവം ഉണ്ടാക്കുമ്പോഴേക്കും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ മധുരമൊക്കെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2-3 ഏലക്കയും എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഏലക്ക മാത്രം ചതച്ചിട്ട് കൊടുത്താലും മതി. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിത് വീട്ടിൽ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് 2 ടേബിൾ സ്പൂണോളം അളവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ ലിങ്ക്, കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതീ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട്. ഇതൊരു ക്രഞ്ചി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ടാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് അറൗണ്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഉരുളകളാക്കിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തുകൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എറൗണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഇതിനെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഡിപ്പ് ചെയ്യാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ബോൾസുകളാക്കിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയാണ് കേട്ടോ ഈ ലഡു കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. വെറും നമുക്കൊരു 10 മിനിറ്റ് മതി ഇതുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ക്യാരറ്റ് ലഡുവാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.